നാം അറിയാതെ നമ്മുടെ ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളുടെ നാട്ടിലെ പതിവ് പോലെ തന്നെയാണ്, എപ്പോഴും മഴയാണ്. ഇപ്പോൾ നല്ല മഞ്ഞൊക്കെയാണ് കേട്ടോ. ഭയങ്കര ക്ലൈമറ്റിന്റെ ചേഞ്ചൊക്കെ ആയി തുടങ്ങി. നല്ല തണുപ്പാണ്. പകൽ സമയത്ത് മഴയാണ്, രാത്രി മൊത്തം തണുപ്പ് മഞ്ഞും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റിന്റെ ചേഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തണുപ്പെന്ന് പൊതുവേ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. ജീവിത പങ്കാളിയെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ, മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭാരം മുഴുവനും പറഞ്ഞു തീർത്താൽ പല പൊട്ടിത്തെറികളും നമ്മുടെ കുടുംബത്തിൽ അവസാനിക്കും. ജോലി തിരക്കിനിടയിൽ ആർക്കും ഇതിനൊന്നും സമയം കണ്ടെത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ലെങ്കിൽ പലരുടെയും ജീവിതം അവിടെ തീരും. പറഞ്ഞു തീർക്കാത്ത പിണക്കത്തിന്റെ പേരിൽ നീണ്ടകാലം മൗനം പാലിച്ചാൽ മനസ്സുകൾക്ക് ഭാരമാകും. മനസ്സുകൾ അകൽന്നു കഴിയുമ്പോൾ, കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സുകൾക്ക് അകൽച്ച വരുമ്പോൾ, കുറച്ചുനാൾ കഴിയുമ്പോൾ ശരീരങ്ങൾ അകലും. അപ്പോൾ ശരീരങ്ങൾ അകലും. ഇങ്ങനെ വരുമ്പോഴാണ് കുടുംബത്തിലെ മിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത്. കുറച്ചുനാൾ കഴിയുമ്പോൾ മാനസികമായ സംഘർഷങ്ങൾ വരും, മനസ്സിന് പ്രയാസം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും രോഗാവസ്ഥയിലോട്ട് മാറും, രോഗികളായി മാറും. ഇതിനെല്ലാം കാരണം നമ്മൾ തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇന്നത്തെ മക്കൾ വഴിതെറ്റി പോകുന്നുവെന്ന് മാതാപിതാക്കൾ പരാതി പറയാറുണ്ട്. അവരെ കേൾക്കാനോ അവരോടൊപ്പം സമയം ചെലവഴിക്കാനോ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു തള്ളക്കോഴി എന്ന് പറയുന്നത് മക്കളെ എല്ലാം ചിറകിനുള്ളിൽ ഒതുക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ രീതിയിൽ ആ അമ്മമാർക്കുള്ള ചിറക് ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. 99% അമ്മമാർക്ക് ആ ചിറകില്ല. മക്കളെ തന്നോട് ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിച്ച് അല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ചിറകൊന്നും ഇപ്പോഴത്തെ അമ്മമാർക്കില്ല. വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ സാന്ത്വനത്തിന്റെ ചിറകിൽ മക്കളെ പൊതിയാൻ ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും സമയം തികയുന്നില്ല. കാരണം ജോലി തിരക്കുകൾ, ജീവിതത്തിന്റെ എങ്ങനെയെങ്കിലും കുടുംബത്തെ രക്ഷിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ എങ്ങനെയെങ്കിലും ഒക്കെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ അമ്മമാര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാര് മാത്രമല്ല, ഫാമിലി ഫുള്ള് ഇങ്ങനെ അതിന്റെ പ്രയത്നത്തിലാണ്. അതുകൊണ്ട് സമയക്കുറവുകൾ കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. പറഞ്ഞു തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷെ നമ്മളത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു കപ്പ ചെടി, അതായത് അല്ലെങ്കിൽ മരിച്ചീനി വാടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ കിഴങ്ങ് എലി തിന്ന് കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. അപ്പം വൈകിയുള്ള ഈ തിരിച്ചറിവ് കൊണ്ട് ചിലപ്പം പ്രയോജനം ഉണ്ടാവില്ല. എന്നാലും പ്രശ്ന പരിഹാരത്തിന് എല്ലാവരും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ മക്കളോട് തുറന്ന് സംസാരിക്കുക, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അതുപോലെ ഒരു ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, കുടുംബത്തിലെ അംഗങ്ങൾ, ഇതൊക്കെ പരസ്പരം വിശ്വാസം, എന്തും തുറന്നു പറയുക. നമുക്ക് ഇപ്പം അതായത് അന്നന്ന് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും ഫ്രീ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ആഴ്ചയിൽ നടന്ന കാര്യങ്ങൾ തുറന്ന് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്. അല്ല എങ്കിൽ ദിവസം വൈകുന്നേരം ഒരു 5 മിനിറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ ഹസ്ബൻഡിനോട് പറയുക. ചില തമാശകളായിരിക്കാം, ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അഭിപ്രായങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ തുറന്ന് സംസാരിക്കുക. അപ്പോൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആവും. അവർ കേൾക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം തോന്നും. എല്ലാം നമ്മളോട് തുറന്നു പറയുന്നത് അങ്ങനെ രീതിയിൽ അവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനും അവർക്കും കഴിയും. ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ അയ്യോ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വൈഫ് എന്ത് തിരിച്ചും ഹസ്ബൻഡിന് മാത്രമല്ല കേട്ടോ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയണം. അതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഹസ്ബൻഡിനായാലും ഇന്നത്തെ ദിവസത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളെന്ന് ഭാര്യയോട് തുറന്നു പറയുക. തുറന്നു പറയുമ്പോൾ അവിടെ മാക്സിമം പ്രശ്നങ്ങളും അകലെയാണ്. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും പരസ്പരം.
പല രീതിയിൽ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, ഓഫീസ് വർക്ക്, ഇങ്ങനെ പല രീതിയിൽ ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ഹസ്ബൻഡുണ്ട്. അപ്പോൾ അവരൊക്കെ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വീടുകളിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരു കപ്പ് കോഫിയൊക്കെ എടുത്ത് കൊടുത്ത് സന്തോഷമായി ഇരിക്കുക, അവരോടത്ത് കാര്യങ്ങളൊക്കെ അവർ ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ ആ സമയം നമ്മൾ സംസാരിക്കാൻ പോകരുത്. കുറച്ച് കഴിയുമ്പോൾ അവരൊന്ന് റിലാക്സ് ആയി വരുമല്ലോ, ആ സമയത്ത് നമ്മളോട് പറയും. പറയാത്തവരാണെങ്കിൽ നമുക്ക് ചോദിച്ച് പയ്യെ ഇരുന്ന് നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഇതും കടന്ന് നമ്മൾ പോകും എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാം. നമ്മുടെ സപ്പോർട്ട് എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അവർക്ക് തന്നെ അത് അറിയാൻ പറ്റുള്ളൂ. ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്, അത് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഉണ്ടെന്ന് അത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. ആ രീതിയിലൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ബിസിനസ്സിൽ നഷ്ടം വരികയാണ്, നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. അതൊക്കെ ഇരിക്കും, ബിസിനസ് അല്ലേ, നമുക്കിതൊക്കെ നമ്മൾ സഹിച്ചാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വരുന്ന സമയം, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും സീരിയല്, സിനിമ ഇതിൻ്റെയൊക്കെ അഡിക്റ്റ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും മൊബൈലിന്റെ അഡിക്റ്റ് ആണ്. വൈഫ്, വീട്ടമ്മമാര്, കാരണം പകലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ അവര് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഫോണിലിരിക്കാം. പക്ഷേ വൈകുന്നേരം ഹസ്ബൻഡ് മക്കളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർ ഈ ഫോണിന്റെ ഉപയോഗമൊക്കെ മാറ്റി വെച്ചിരുന്ന് ബാക്കി സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെ? തുറന്നു പറയാനുള്ള സമയം കിട്ടും. അല്ലാതെ ഏത് സമയം നമ്മൾ ഫോണിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവിടെ തീരില്ല. പ്രശ്നങ്ങൾ ദിവസം ചെല്ലുന്തോറും, ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല ഒരിക്കലും. മാക്സിമം പരസ്പരം സപ്പോർട്ട് കൊടുക്കുക. ഹസ്ബൻഡിന് വൈഫിന് സപ്പോർട്ട് കൊടുക്കാം, വൈഫ് തിരിച്ച് ഹസ്ബൻഡിന് സപ്പോർട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഞാനല്ലാതെ ആരാണ് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക? അവൾക്കല്ലെങ്കിൽ ഹസ്ബൻഡിന് ചിന്തിക്കാം, ഞാനല്ലാതെ ആരാണ് അവൾക്ക് സപ്പോർട്ട് കൊടുക്കുക? അതുപോലെ തന്നെ വൈഫിന് ചിന്തിക്കാം, ഞാനല്ലാതെ ആരാണ് ഹസ്ബൻഡിന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുക? അപ്പോൾ പരസ്പരം സപ്പോർട്ടുകൾ കൊടുത്ത് താങ്ങായി തണലായി മുന്നോട്ട് പോവുക. എല്ലാത്തിലും ഉപരി എല്ലാം തുറന്നു സംസാരിക്കുക, ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം, അത് സഹിച്ച് മുന്നോട്ട് പോവുക. അപ്പം കുറ്റപ്പെടുത്തുമ്പോൾ ഇത് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആവുകയാണ്. ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിക്കുക, മക്കളെയും അതിൽ കൂടെ കൂട്ടുക. നമ്മുടെ ജീവിതം കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നാളെ അവർക്കൊരു ഭാവി ഉണ്ടാകും, അല്ലെങ്കിൽ ഉള്ളതാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അപ്പം നമ്മുടെ മക്കളെയും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുറന്ന സംസാരത്തിലൂടെ സംസാരിക്കുക. നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് നല്ല ഹാപ്പി ആയിരിക്കുമ്പോൾ മക്കളും അത് കണ്ട് ഹാപ്പിയായി വരും. പിന്നെ നല്ല ഒരു അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കുന്നു. അത് എല്ലാ അമ്മമാരും ഇപ്പൊ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, സമയമില്ലാത്ത അമ്മമാർ ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ കുറ്റമല്ല, അവർക്ക് സമയക്കുറവ് കൊണ്ടാണ്, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. എന്ന് പറഞ്ഞ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ തള്ളിവിടാൻ പാടില്ല. കുറച്ചു നേരമെങ്കിലും അവരെ കൂടെ കൂട്ടി അവരോട് സംസാരിച്ച്, ഫാമിലിയോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് ഷെയർ ചെയ്ത് സംസാരിക്കുക. നല്ല രീതിയിലുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവും. നല്ലൊരു ജീവിതം എല്ലാവരെയും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയും ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ.